ഔദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹസ്രത്ത് ഖാതമുൻ നബിയീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് മുസ്ലിങ്ങളുടെ അധപ്പതനത്തെ സംബന്ധിച്ചും ഇസ്ലാമിൻ്റെ ശോചനീയ അവസ്ഥയെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അവിടുന്ന് പറയുകയുണ്ടായി, ലം യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ലിപികളിൽ മാത്രം അവശേഷിക്കുന്നതാണ്. അതായത് വിശുദ്ധ ഖുർആൻ്റെ യഥാർത്ഥ അധ്യാപനം മുസ്ലിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹജൂറ. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, എൻ്റെ നാഥ, എൻ്റെ സമൂഹം ഈ ഖുർആനെ പിൻപുറം തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്ന്. അപ്പോൾ ഈ ഒരു പ്രവചനങ്ങളെല്ലാം ഇന്ന് അക്ഷരം പ്രതി അത് പുലർന്നിരിക്കുകയാണ്. നാം നോക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നിരവധി തെറ്റായ വിശ്വാസങ്ങൾ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊരു തെറ്റായിട്ടുള്ള വിശ്വാസമാണ് നസഖ് ഫിൽ ഖുർആൻ എന്നുള്ള വിശ്വാസം. ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും അത് കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു, അത് അസാധുവാക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു അസാധുവാക്കപ്പെട്ട കാലഹരണപ്പെട്ട ആയത്തുകളുടെ സ്ഥാനത്ത് മറ്റ് ആയത്തുകളെ അള്ളാഹു ഇറക്കിയിരിക്കുന്നു എന്നവർ വിശ്വസിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ കാലഹരണപ്പെട്ട ആയത്തുകളെ 3 തരത്തിൽ അവർ തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ രീതിയിലുള്ള ആയത്ത്, വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ ഇറക്കപ്പെട്ട ചില ആയത്തുകൾ പിൽക്കാലത്ത് അത് അള്ളാഹു അതിനെ മായ്ക്കുകയുണ്ടായി, വിശുദ്ധ ഖുർആനിൽ നിന്ന് അതിനെ മായ്ച്ചു കളയുകയുണ്ടായി. പക്ഷേ അതിൻ്റെ കൽപ്പന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ തരത്തിലുള്ള ആയത്തുകൾ, മൻസൂഖാക്കപ്പെട്ട ആയത്തുകൾ, ആ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇറക്കിയ ആ ആയത്തുകൾ അത് വിശുദ്ധ ഖുർആനിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൽപ്പന നിലനിൽക്കുന്നില്ല. ഉദാഹരണത്തിൽ അവർ പറയുന്നത്, ജിഹാദിനെ സംബന്ധിച്ച് ആയത്തുകൾ ഇറങ്ങിയപ്പോൾ ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരു വിധത്തിലുള്ള ബലാത്കാരവുമില്ല എന്നുള്ള ആയത്തുകളെല്ലാം മൻസൂഖ് ചെയ്യപ്പെട്ടു എന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുന്നു. അതായത് നാം ഇന്ന് പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്യുന്ന പല ആയത്തുകളും അത് ഉപയോഗശൂന്യമാണ്, അള്ളാഹു കാലഹരണപ്പെടുത്തിയതാണ് എന്നവർ പറയുന്നു. മൂന്നാമത്തെ തരത്തിലുള്ള ആയത്തുകൾ, വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ ലിപികളുമില്ല, ആ ആയത്തുകളുമില്ല, അതുപോലെ തന്നെ അതിൻ്റെ കൽപ്പനയും ഇന്ന് അത് നിലനിൽക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ അവർ ഈ ഒരു മൻസൂഖ് ചെയ്യപ്പെട്ട ആയത്തുകളെ, കാലഹരണം ചെയ്യപ്പെട്ട ആയത്തുകളെ തരംതിരിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ നാം പഠിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഒന്ന് തുടക്കത്തിൽ തന്നെ അള്ളാഹു പറയുന്നത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ എന്നാണ്. അതായത് ഈ പരിപൂർണ ഗ്രന്ഥത്തിൽ ഒരു വിധത്തിലുള്ള സംശയത്തിനും ഇടയില്ല എന്നാണ്. എന്നാൽ ഈ ഒരു വിശ്വാസത്തെ പിന്തുടരുന്ന ഒരു വ്യക്തി വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ, ഓരോ ആയത്ത് വായിക്കുമ്പോഴും അവൻ സംശയത്തിലാണ്. ഈ ആയത്തിനെ അള്ളാഹു കാലഹരണപ്പെടുത്തിയിട്ടുണ്ടോ, അസാധുവാക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലാണ് അവൻ നിലനിൽക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ തിരു സഹാബാക്കളോ ഒരു ഹദീസിലും ഇത്ര ആയത്തുകൾ അത് മൻസൂഖാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെയിരിക്കെ എല്ലാവരും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ആയത്തുകളെ അവൻ മൻസൂഖ് ചെയ്യുമ്പോൾ, ഒരു മുസ്ലിം അത് വായിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ, ഓരോ ആയത്ത് വായിക്കുമ്പോൾ അവൻ സംശയത്തിലാണുള്ളത്. അതുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെ പ്രകൃതം തന്നെ വെറുക്കുന്ന രീതിയിലുള്ള വിശ്വാസമാണ് നസഖ് ഫിൽ ഖുർആൻ്റേത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ ഒരു ഖുർആനെ സംബന്ധിച്ച് പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതായത് നാം തന്നെയാണ് ഈ ഒരു വിശുദ്ധ ഖുർആനിലെ ഓരോ കൽപ്പനയും ഇറക്കിയിട്ടുള്ളത്. നാം തന്നെ ഇതിൻ്റെ വാക്കുകളെയും ഇതിൻ്റെ അധ്യാപനങ്ങളെയും ഖിയാമത്ത് നാൾ വരെ നാം ഇതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളെ പറ്റി പറയുന്നു, അത് പ്രത്യേക സമൂഹങ്ങളിലേക്കും പ്രത്യേക കാലഘട്ടത്തിലേക്കും മാത്രമാണുള്ളത്. പക്ഷേ ഈ ഒരു ഖുർആൻ, ഈ അവസാന ശരീഅത്ത്, ഇതിനെപ്പറ്റി പറയുന്നു ഫീഹാ കുതുബുൻ ഖയ്യിമ, ഇതിലുള്ള കൽപ്പനകൾ എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഈ ഒരു വിശ്വാസം വെക്കുക, മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളും അത് പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രമായിരുന്നു, ഇതിലെ ചില കൽപ്പനകളും ഈ ഒരു വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളും അതും കുറച്ച് കാലത്തിന് വേണ്ടി മാത്രമായിരുന്നു, അതിനുശേഷം അള്ളാഹു അതിനെ മൻസൂഖ ചെയ്യുകയുണ്ടായി എന്നുള്ള വിശ്വാസവും തീർത്തും അത് വിഡ്ഢിത്തപരമായിട്ടുള്ള വിശ്വാസമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ചില പിൽക്കാലത്ത് വന്ന മുസ്ലിം പണ്ഡിതന്മാർ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, അവർ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ മറ്റു ചില ആയത്തുകൾക്ക് തീർത്തും അത് ഘടകവിരുദ്ധമായിട്ട് അവർ കാണുകയുണ്ടായി. അങ്ങനെ അവർക്ക് തമ്മിൽ അതിനെ യോജിപ്പിക്കാൻ സാധ്യമാകാതെ വന്നപ്പോൾ അവർ ഒരായത്തിനെ മൻസൂഖായി പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് ഈ ഒരു ആയത്ത് ഇനി അസാധുവാണ്, ഇതിൻ്റെ തൽസ്ഥാനത്താണ് മറ്റേ ആയത്ത് അള്ളാഹു ഇറക്കിയത് എന്നവർ പറയുകയുണ്ടായി. എന്നാൽ അള്ളാഹു എന്താണ് വിശുദ്ധ ഖുർആനിൽ ഈ ഒരു ഖുർആനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? അള്ളാഹു പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങളെന്താ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ,
ഇത് അള്ളാഹുവിൽ നിന്ന് അല്ലായിരുന്നെങ്കിൽ ഇതിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിരവധി വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ കാണുമായിരുന്നുവെന്ന്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ഉള്ളതാണിത്, അതുകൊണ്ട് ഇതിൽ ഒരു വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളുമില്ല. അങ്ങനെയായിരിക്കെ എങ്ങനെയാണ് ഈ ഒരു വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ആയത്തുകളുണ്ട്, അതുകൊണ്ട് ഒന്ന് മൻസൂഖാണ്, അത് ഒന്ന് അസാധുവാണ്, ഒന്ന് കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു, തൽസ്ഥാനത്താണ് അള്ളാഹു മറ്റേ ആയത്ത് ഇറക്കിയത് എന്നുള്ള വിശ്വാസം എങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധ്യമാവുക? അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ചില മുസ്ലിം വ്യാഖ്യാതാക്കൾക്ക് പറ്റിയ തെറ്റാണ്. തീർച്ചയായിട്ടും മനുഷ്യർ, അത് മുസ്ലിം വ്യാഖ്യാതാക്കൾ അവർ മനുഷ്യരാണ്, അവർക്കും തെറ്റുപറ്റാം, മാനുഷിക ബലഹീനതയാണ്. അപ്പോൾ ഒരു മുഫസ്സിറിന് തെറ്റുപറ്റി എന്നുള്ള കാരണം കൊണ്ട് ആ ഒരു വിശ്വാസത്തിന് അതൊരു തെളിവായിക്കൊണ്ട് ഒരിക്കലും ഉന്നയിക്കാൻ സാധ്യമല്ല. ഈ ഒരു വിശ്വാസത്തിൻ്റെ വക്താക്കൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്ത് ഉദ്ധരിക്കുന്ന ആയത്ത്, ഈ ഒരു വിശ്വാസത്തിൻ്റെ സഹായിയായിക്കൊണ്ട് അവർ പറയപ്പെടുന്ന ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറയിലെ 107 ആയത്താണ്. അള്ളാഹു പറയുന്നു, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ, നാം ഏതെങ്കിലും ആയത്തിനെ കാലഹരണപ്പെടുത്തുകയാണെങ്കിൽ, അതിനെ മായ്ക്കുകയാണെങ്കിൽ, ഔ നുൻസിഹ അല്ലെങ്കിൽ അതിനെ മറപ്പിക്കുകയാണെങ്കിൽ, നഅതി ബിഖൈരിൻ മിൻഹ ഔ മിസ്ലിഹ, നാം അതിൽ നിന്ന് അതിനേക്കാൾ ഉത്തമമായത് കൊണ്ടുവരുന്നതാണ്. ഔ മിസ്ലിഹ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ആയത്ത് കൊണ്ടുവരുന്നതാണ്. അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന കാര്യം നിനക്കറിയില്ലേ എന്ന്. ഈ ഒരു ആയത്തിനെ പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത്, ഈ ഒരു ആയത്തിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അത് കാലഹരണപ്പെടുത്തി അള്ളാഹു എന്ന് പറയുന്നു എന്നവർ പറയുന്നു. പക്ഷേ ഇമാം റാസി തന്നെ തൻ്റെ തഫ്സീറെ കബീറിൽ അദ്ദേഹം ഈ ഒരു ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറയുന്നത്, ഇവിടെ അള്ളാഹു മാ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ലഫ്സ ഷർത്തിയാണ്, അതായത് ഒരു നിബന്ധനയുണ്ട്. നാം ഒരു ആയത്തിനെ മൻസൂഖ് ചെയ്യുകയാണെങ്കിൽ, ഒരായത്തിനെ കാലഹരണപ്പെടുത്തുകയാണെങ്കിൽ നാം ഇതിന് തത്തുല്യമായതോ അല്ലെങ്കിൽ ഇതിന് ഉത്തമമായതോ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ആയത്ത് മൻസൂഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയുന്നില്ല എന്ന് ഇമാം റാസി തന്നെ തൻ്റെ തഫ്സീർ കബീറിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആയത്തിനെ ഒരിക്കലും തന്നെ ഈ ഒരു വിശ്വാസത്തിൻ്റെ സഹായിയായിക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഉദ്ധരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. നാം ഒന്ന് ചിന്തിച്ചാൽ തന്നെ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നതാണ്. അള്ളാഹു ഇവിടെ പറയുന്നു, നഅതി ബിഖൈരിൻ മിൻഹ, നാം ഒരായത്തിനെ മൻസൂഖ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ അസാധുവാക്കുകയാണെങ്കിൽ അതിന് ഉത്തമമായിട്ടുള്ളത് കൊണ്ടുവരുമെന്ന്. അപ്പോൾ ഉത്തമമായിട്ടുള്ള ഒരു ആയത്തുണ്ടെങ്കിൽ ആ ഉത്തമമായിട്ടുള്ള ആയത്തിനെ ആദ്യം തന്നെ ഇറക്കിയാൽ പോരെ. ഇത്ര ലഘുവായിട്ടുള്ള, ഇത്രയും ഒരു കുട്ടി പോലും ചെയ്യാത്ത രീതിയിലുള്ള തെറ്റായിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയൊരു വിശ്വാസം നാം എങ്ങനെയാണ് വെച്ച് പുലർത്തുക? അള്ളാഹുവിൻ്റെ കയ്യിൽ ഒരു ഹൈറായിട്ടുള്ള, ഒരു ഉത്തമമായിട്ടുള്ള ആയത്ത് കയ്യിലുണ്ട്, എന്നിട്ട് അള്ളാഹു ആ ഒരു ആയത്തിനെ ഇറക്കാതെ അതിന് മുന്നേ നല്ല ആയത്തിന് പകരം ആ ഒരു കുറവുകളുള്ള ആയത്ത് ഇറക്കുകയും അതിനുശേഷം പിന്നെ നല്ല ആയത്തിനെ ഇറക്കിയെന്ന് അവർ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മിസ്ലിഹ, അതിന് തത്തുല്യമായിട്ടുള്ള ആയത്തിനെ നാം ഇറക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഒരു തത്തുല്യമായിട്ടുള്ള ആയത്ത് ഇറക്കിക്കൊണ്ട് എന്തുപകാരമാണ് മനുഷ്യനുണ്ടാകുന്നത്? വിശുദ്ധ ഖുർആനിൽ ഒരു തത്തുല്യമായിട്ടുള്ള ആയത്ത് തന്നെയാണ് വീണ്ടും അള്ളാഹു ആ ഒരു ആയത്തിനെ മായ്ച്ചുകൊണ്ട് ഇറക്കുന്നതെങ്കിൽ അള്ളാഹുവിന് അങ്ങനെയുള്ള ഒരു ആയത്ത് ഇറക്കാതിരുന്നാൽ പോരെ. അപ്പോൾ ഈ ആയത്ത് ഇതിനൊന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും, വിശുദ്ധ ഖുർആനിലുള്ള ആയത്തിനെ സംബന്ധിച്ചല്ല ഇവിടെ പറയുന്നത് എന്ന് വ്യക്തമാവുന്നതാണ്. ഈ ഒരു ആയത്തിൻ്റെ മുന്നേയുള്ള ആയത്ത് വായിച്ചാൽ, അതായത് സൂറ ബഖറയിലെ 106 ആയത്ത് വായിച്ചാൽ തന്നെ ഈ ഒരു ആയത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. അള്ളാഹു 106 ആയത്തിൽ, സൂറ ബഖറയിലെ 106 ആയത്തിൽ പറയുന്നു, മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന അൻ യുനസ്സില അലൈക്കും മിൻ ഖൈർ, അതായത് മുശ്രിക്കീങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബഹുദൈവ ആരാധകരിൽ നിന്നും അതുപോലെ തന്നെ യഹൂദികളിൽ നിന്നും ഉള്ള നിന്റെ ശത്രുക്കൾ, നിന്നെ നിരാകരിച്ച ജനങ്ങൾ നിന്റെ മുകളിൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഖൈർ, അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു ഖൈർ ഇറങ്ങാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പം എന്താണ് ഈ ഖൈർ? ഈ ഖൈർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള നന്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ ഇറങ്ങിയ ഇൽഹാമാണ്, അതായത് ഈ വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ഈ ഒരു പുതിയ വിശുദ്ധ ഗ്രന്ഥം, ഈ ഒരു പുതിയ ശരീഅത്ത് നിന്റെ മുകളിൽ ഇറക്കപ്പെടാൻ അവർ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, വല്ലാഹു യഖ്തസു ബിറഹ്മതിഹി മൻ യശാ, അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ്റെ ദൈവിക ഭാഷണം അവൻ നൽകുന്നു. വല്ലാഹു ദുൽ ഫദ്ൽ അലീം, അള്ളാഹു മഹത്തായ അനുഗ്രഹത്തിൻ്റെ നാഥനാണ് എന്നവിടുന്ന് പറയുന്നു. അപ്പോൾ അവർ ഇനിയൊരു പുതിയ ശരീഅത്ത് ഗ്രന്ഥം, യഹൂദർ പറയുന്നത് ഇനിയൊരു പുതിയ ശരീഅത്ത് ഗ്രന്ഥത്തിൻ്റെ ആവശ്യം എന്താണുള്ളത്?
നമ്മുടെ കയ്യിൽ തൗറാത്തുണ്ടല്ലോ എന്നാണ് അവർ പറയുന്നത്. അപ്പം അതിനുത്തരം നൽകിക്കൊണ്ടാണ് പറയുന്നത് മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹാ മുസ്ലിഹ എന്ന്. അതായത് മുൻകഴിഞ്ഞ ആ ഗ്രന്ഥങ്ങളെ, നിങ്ങളുടെ തൗറാത്തിനെ, അതുപോലെ തന്നെ മറ്റുള്ള ശരീഅത്ത് ഗ്രന്ഥങ്ങളെ അള്ളാഹു മൻസൂഖ് ചെയ്തിരിക്കുന്നു, അതിനെ അസാധുവാക്കിയിരിക്കുന്നു. അതിന് കാരണം എന്താണ്? അതിന് തത്തുല്യമായിട്ടുള്ളത്, അതായത് ചില അധ്യാപനങ്ങൾ അത് തൗറാത്തിലും മുൻകഴിഞ്ഞ ശരീഅത്ത് ഗ്രന്ഥങ്ങളിലും നല്ലതായിട്ടുള്ള ചില അധ്യാപനങ്ങളുണ്ട്. ഉദാഹരണത്തിന് മാതാപിതാക്കളെ ബഹുമാനിക്കുക, ഏകദൈവ വിശ്വാസം. അപ്പം ഈ ഒരു വിശ്വാസങ്ങളെ, അതിൻ്റെ അന്തസ്സത്ത് അത് ജനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട കാരണത്താൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാൽ ആ ഒരു ഗുണങ്ങളെയെല്ലാം വീണ്ടും ഇറക്കുക എന്നുള്ളത് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വിശുദ്ധ ഖുർആനിൽ അതിന് തത്തുല്യമായിട്ടുള്ള ആ ഒരു അധ്യാപനങ്ങളെ, ആ ഒരു ഗുണങ്ങളെയെല്ലാം വീണ്ടും ഇറക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നഅതി ബിഖൈരിൻ മിൻഹ, ചില അധ്യാപനങ്ങളിൽ അതിൽ കുറവുണ്ട്. അപ്പോൾ ആ കുറവുകളെ നികത്തിക്കൊണ്ട്, അതാത് കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിന് അനുസൃതമായിക്കൊണ്ടായിരുന്നു ആ അധ്യാപനങ്ങളെല്ലാം ഇറക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഇനി എല്ലാ കാലഘട്ടത്തേക്കും പരിപൂർണമായിട്ടുള്ള അധ്യാപനങ്ങൾ അടങ്ങിയ ഈ ഒരു ഖുർആൻ ഇത് ഇറക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നും ഉത്തമമായിട്ടുള്ള പല അധ്യാപനങ്ങളും ഈ ഒരു വിശുദ്ധ ഖുർആന്റെ മുഖാന്തരം ഈ ഒരു ഗ്രന്ഥത്തിൽ അത് ഇറക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങൾ അത് മൻസൂഖ് ചെയ്യപ്പെട്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഈ ഒരു ഖൈർ, ഈ ഒരു ദൈവിക ഭാഷണം, ഈ ഒരു ശരീഅത്ത്, ഈ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഇറക്കിയതിൻ്റെ കാരണം ഇതാണ് എന്നാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയുന്നു വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അതായത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് ഇനി ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു സഹായിയോ ഇല്ല എന്ന്. അതായത് ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം മുൻകഴിഞ്ഞ എല്ലാ ശരീഅത്ത് ഗ്രന്ഥങ്ങളും അത് കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ള നിങ്ങളുടെ ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം എല്ലാ സമൂഹങ്ങളും, എല്ലാ മതങ്ങളും ഇനി നിങ്ങളുടെ ശത്രുക്കളായിത്തീരുന്നതാണ് എന്ന് അള്ളാഹു പറയുകയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു ആയത്ത് നാം വായിക്കുകയാണെങ്കിൽ, അതിൻ്റെ മുൻകഴിഞ്ഞ ആയത്തും അതിന് ശേഷമുള്ള ആയത്തും നാം വായിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ് ഈ ഒരു ആയത്ത് അത് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചല്ല പറയുന്നത്. അതായത് ഇവിടെ ആയത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളല്ല, മുൻകഴിഞ്ഞ് ഗ്രന്ഥങ്ങളും ശരീഅത്ത് ഗ്രന്ഥങ്ങളും അതിലെ ആയത്തുകളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. ആയത്ത് എന്നുള്ള പദത്തിന് വെറും വിശുദ്ധ ഖുർആനിലെ ആയത്ത് എന്ന് ഒരിക്കലും അർത്ഥമില്ല. കാരണം ആയത്ത് എന്നുള്ള പദം പല അർത്ഥങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അടയാളം എന്ന അർത്ഥങ്ങളിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ആ കാര്യങ്ങളെല്ലാം അറിയുന്നതാണ്. അപ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും തന്നെ ഈ ഒരു വിശുദ്ധ ഖുർആൻ അത് എല്ലാ കാലഘട്ടത്തിലേക്കും വേണ്ടിയിട്ടാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഇതിലെ ഒരു ആയത്ത് പോലും അത് മൻസൂഖ് ആയിട്ടില്ല എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്. നസഖ് ഫിൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിച്ചമക്കപ്പെട്ട ഒരു ഹദീസ് ഉന്നയിക്കപ്പെടുന്നത് അതിങ്ങനെയാണ്. ചില സഹാബാക്കൾ അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനിരുന്നപ്പോൾ അവർക്ക് ആ പാരായണം ചെയ്യാനിരുന്ന ആ ഒരു സൂറത്ത് ആർക്കും തന്നെ ഓർമ്മ വരുന്നില്ല. അങ്ങനെ അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സവിധത്തിൽ ഹാജരാകുകയുണ്ടായി. അപ്പോൾ അവിടെ ഒരു വലിയൊരു സംഘം സഹാബാക്കൾ ഒരുമിച്ച് കൂടിയിരുന്നു. അവർക്ക് ആർക്കും തന്നെ ആ ഒരു സൂറത്ത് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുകയാണ്, ഇന്ന സൂറത്ത് നമ്മൾക്കൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയാണ്, ഈ ഒരു സൂറത്ത് അത് മൻസൂഖാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് അത് മറപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു എന്ന് ഒരു ഹദീസ്, കെട്ടിച്ചമക്കപ്പെട്ട ഒരു ഹദീസ് കൊണ്ടുവരുന്നു. പക്ഷേ ഈ ഒരു ഹദീസിൻ്റെ ആരാണ് ഇത് റിവായത്ത് ചെയ്തത്? ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള ഹദീസ് ഗ്രന്ഥത്തിലും വരാത്ത ഈ ഒരു ഹദീസ്, അത് ഇത്രയധികം സഹാബാക്കളുടെ വിവരണം ഇവിടെ വരുമ്പോൾ പല രീതിയിലും പല ഹദീസ് ഗ്രന്ഥങ്ങളിലും പല റിവായത്തുകളായിട്ടും ഈ ഹദീസ് കാണപ്പെടേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും ഈ ഒരു ഹദീസ് നമുക്ക് കാണുന്നില്ല. പക്ഷേ വിശ്വാസയോഗ്യമായിട്ടുള്ള മുസ്തനദായിട്ടുള്ള ഒരു ഹദീസ് ഗ്രന്ഥത്തിലും ഇങ്ങനെയൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. മറ്റൊരു ഹദീസ് ഞാൻ ഇവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ മുസ്തനദായിട്ടുള്ള സ്വീകാര്യോഗ്യമായിട്ടുള്ള ഹദീസ്, സഹീഹ് ആയിട്ടുള്ള ഹദീസാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ സഹാബാക്കൾ തമ്മിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനിരിക്കുകയും തമ്മിൽ ഒരു ആയത്തിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും അങ്ങനെ തമ്മിൽ സംസാരം ശബ്ദമുയരുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് അവരോട് കോപിച്ചുകൊണ്ട് പറയുകയുണ്ടായി, നിങ്ങളുടെ മുന്നേയുള്ള സമൂഹങ്ങൾ ഈ കാരണം കൊണ്ട് തന്നെയാണ് നശിച്ചത്. അവർ അള്ളാഹുവിൻ്റെ കലാമിൽ വൈരുദ്ധ്യം കാണാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അൽ ഖുർആന് യുസദ്ദിഖു ബാദുഹു ബാദ, എന്നത് വിശുദ്ധ ഖുർആൻ ഒരായത്ത് മറ്റൊരായത്തിനെ സത്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. വലാ തുകസിബുഹു ബാദുഹു ബാദ, അതായത് അത് ഒരായത്ത് മറ്റൊരു ആയത്തിനെ അതിനെ കളവാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരിക്കലും അൽ ഖുർആൻ യൻസുഖു ബാദുഹു ബാദ എന്ന് പറഞ്ഞില്ല. നിങ്ങൾ തർക്കിക്കേണ്ട ആവശ്യമില്ല, കലഹിക്കേണ്ട ആവശ്യമില്ല. തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ
ഒരായത്ത് അത് നാസിഖാണ് മറ്റത് മൻസൂഖാണ്, ഒരായത്തിനെ നിങ്ങൾ സ്വീകരിക്കുക എന്ന് അവിടെ നിന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള വിശ്വാസം ഇത് തീർത്തും വിശുദ്ധ ഖുർആനിൽ നിന്നോ തിരു ഹദീസിൽ നിന്നോ നമുക്ക് ലഭിക്കാത്ത വിശ്വാസമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് സനുക്രിയുക ഫലാ തൻസ എന്നാണ്. അതായത് നാം ഈ ഒരു വിശുദ്ധ ഖുർആനെ അല്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതിന് ശേഷം താങ്കൾ ഒരിക്കലും ഇതിനെ മറക്കുകയില്ല എന്നാണ്. അപ്പം എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം തിരു സഹാബാക്കളെല്ലാം ഒരു വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത് മുഴുവൻ മറന്നുപോയി എന്ന് നാം വിശ്വസിക്കുക? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വിശ്വാസം നസഖ് ഫിൽ ഖുർആൻ എന്നുള്ള ഒരു വിശ്വാസം അത് മുസ്ലിം പണ്ഡിതന്മാർക്ക്, പിൽക്കാലത്ത് വന്ന മുസ്ലിം പണ്ഡിതന്മാർക്കും ഖുർആൻ വ്യാഖ്യാതാക്കൾക്കും പറ്റിയൊരു തെറ്റാണ്. ചില മുസ്ലിം പണ്ഡിതന്മാർ, പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ, ചില മുഫസ്സിരിങ്ങൾ വിശുദ്ധ ഖുർആനിൽ 100 ആയത്തുകൾ അത് നാസിഖാണ് മൻസൂഖാണ് എന്ന് പറയുകയുണ്ടായി. ചിലവർ പറഞ്ഞു 150 ചിലവർ പറഞ്ഞു 200. അവർ ഓരോ മുഫസ്സിറിനും അവർക്ക് മനസ്സിലാവാത്ത ആയത്തുകളെ അവർ മൻസൂഖായിക്കൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു കാലത്ത് 500 ആയത്ത് വരെ വിശുദ്ധ ഖുർആനിൽ അത് മൻസൂഖാണ് എന്ന് പറയപ്പെട്ടിരുന്നു. അതായത് 500 ആയത്ത് മൻസൂഖാണെങ്കിൽ 1000 ആയത്തിനെ സംബന്ധിച്ച് സംശയത്തിലാണ്. ഏത് ആയത്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളത്, ഏത് ആയത്തിനെയാണ് അള്ളാഹു കാലഹരണപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയത്തിലാണ് നിലനിൽക്കുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പല മുജദ്ദിദുമാരും പല ഔലിയാക്കളും വന്നുകൊണ്ട് അവർ ഈ വിശുദ്ധ ഖുർആനിൽ മൻസൂഖ് ആണ് എന്ന് പറയപ്പെട്ട പല ആയത്തുകളുടെയും യഥാർത്ഥ അർത്ഥം പറഞ്ഞു നൽകുകയും അങ്ങനെ ഈ 500 ആയത്തുകൾ അല്ലെങ്കിൽ നിരവധി ആയത്തുകൾ അത് മൻസൂഖാണ് എന്ന് പറയപ്പെട്ടിട്ടുള്ള ഈ ഹദീസുകളുടെ തമ്മിലുള്ള വൈരുദ്ധ്യം ഇത് വൈരുദ്ധ്യമല്ല എന്ന് അവർ സ്ഥാപിക്കുകയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ പല ആയത്തുകളെയും അത് മൻസൂഖാണെന്ന് വിശ്വസിച്ചിരുന്നത് അത് പിൽക്കാലത്ത് മൻസൂഖ് അല്ല എന്ന് വിശ്വസിക്കാനും തുടങ്ങി. അങ്ങനെ അവസാനം ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് പോയിട്ട് ഒരു വള്ളിയോ പുള്ളിയോ അത് മൻസൂഖായിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചത് അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ വന്ധ്യസ്ഥാപകർ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹമാണ് ഈ കാലഘട്ടത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പോലും അത് മൻസൂഖായിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഓരോ ആയത്തിൻ്റെയും മൻസൂഖായി എന്ന് പറയപ്പെട്ടിട്ടുണ്ട ഓരോ ആയത്തിൻ്റെയും അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഖലീഫ ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹ്മദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ തഫ്സീർ കബീറിൽ ഈ ആയത്തിൻ്റെ തഫ്സീർ ചെയ്തുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം, അതായത് അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ വന്ധ്യസ്ഥാപകർ, ഈ ലോകത്ത് വന്നുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ഈ ഒരു ഖിദ്മത്ത് മാത്രമാണ് ചെയ്തതെങ്കിൽ, അതായത് വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് മൻസൂഖായിട്ടില്ല എന്ന് മാത്രമാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളെങ്കിൽ, ഈ ഒരു കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ നുബുവത്ത്, അദ്ദേഹം ദൈവനിയുക്തനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഉതകുന്നതാണ് എന്ന് അവിടെ നിന്ന് പറയുകയുണ്ടായത്. ഇത് തന്നെ ഒരു വലിയൊരു സ്നേഹനമാണ് എന്ന് അദ്ദേഹം തൻ്റെ തഫ്സീർ കബീറിൽ ചേർക്കുന്നു. അപ്പോൾ ഒരു വിശുദ്ധ ഖുർആൻ്റെ യഥാർത്ഥ ജ്ഞാനം അത് ഇന്ന് നമുക്ക് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം, മസീഹെ മൗദ് മഹദിയ മൗദ് വന്നുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജമാഅത്തിൽ ചേരാനും അങ്ങനെ വിശുദ്ധ ഖുർആൻ്റെ ആ ഒരു യഥാർത്ഥ അധ്യാപനങ്ങൾ സ്വീകരിക്കാനും കർമ്മപരമായി തങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വിശുദ്ധ ഖുർആനെ ഇറക്കാനും അതുപോലെ പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.